അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറഹ് ബഖറ 187 ആയത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ എടുത്തു വെച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ബാക്കി വരുന്ന ഭാഗങ്ങൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുന്ന ലിബാസുൽ ലക്കും വ അൻതും ലിബാസുൽ ലഹുൻ. علم الله أنكم كنتم تختانون أنفسكم فتاب عليكم وعفى عنكم. ഹുന്ന ലിബാസുല്ലക്കും. നൂനിന് ശബ്ദ വന്നിട്ടുണ്ട്. അഖ്മൽ ഔന്നനാണ്, നന്നായിട്ട് മണിച്ചു കൊടുക്കുക കേട്ടോ. ബ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. സീനിന് വമ്മ തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇത് ബിലാഗുന്നയുടെ അക്ഷരമായിട്ടുള്ള ലാമ് വന്നു. തെൻവീനിലുള്ള നൂനിന് ലാമിലേക്ക് നമ്മൾ ലയിപ്പിക്കുന്നുണ്ട്, പക്ഷെ ഉന്ന കൊടുക്കാതെ ഓതാൻ ശ്രദ്ധിക്കുക കേട്ടോ. ലിബാസുല്ലക്കും എന്ന് പറഞ്ഞിട്ട് മണിച്ചിട്ട് ഓതരുത്. ലിബാസുല്ലക്കും അതുപോലെ ഓതുക കേട്ടോ. വ അൻതും ലിബാസുല്ലഹുൻ. വ അൻതും വാവുച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ സർക്കിൾ ചെയ്തിട്ട് പിടിക്കുക. നൂൻ സാക്കിനക്ക് ശേഷം ഇഖ്ഫാൻ്റെ ലെറ്റർ ആയിട്ടുള്ള താ വന്നിട്ടുണ്ട്. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക കേട്ടോ. വ അൻതും ലിബാസുൽ ലഹുൻ. ബ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. സീനിന് വമ്മ തെൻവീന് വന്നിട്ടുണ്ട്. തെൻവീനിന് ശേഷം ബിലാഗുന്നയുടെ അക്ഷരമായിട്ടുള്ള ലാമ് വന്നു. തെൻവീനിലുള്ള നൂനിൻ്റെ സൗണ്ടിനെ നമ്മൾ ലാമിലേക്ക് ലയിപ്പിച്ചിട്ട് ഒന്ന കൊടുക്കാതെ ഓതുക കേട്ടോ. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ഖിലയാണ് വന്നിട്ടുള്ളത്. വഖഫ് ചെയ്യലാണ് ഉത്തമം. ഇനി ഇത് വഖഫ് ചെയ്യുമ്പോൾ നമ്മൾ നൂനിന് ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് വഖഫ് ചെയ്യുക കേട്ടോ. ലിബാസുല്ലഹുൻ എന്ന് പറഞ്ഞിട്ട് വഖഫ് ചെയ്യരുത്. ലിബാസുല്ലഹുൻ അതുപോലെ മണിച്ചിട്ട് വഖഫ് ചെയ്യുക കേട്ടോ. അലിമല്ലാഹ് അണിയുടെ സൗണ്ടിനെ ക്ലിയർ ആക്കി കൊടുക്കുക. മഖ്റജ് വസത്തുൽ ഹൽഖ്, തൊണ്ടയുടെ മധ്യഭാഗം. സൗണ്ട് ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക കേട്ടോ. അവ്വ എന്നുള്ള നാമത്തിൻ്റെ മുന്നേയുള്ള അക്ഷരത്തിന് ഫതഹ് വന്നതുകൊണ്ട് അവ്വ എന്നുള്ള നാമത്തിലെ ലാമിനെ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. അള്ളാ എന്ന് പറയരുത്. അലിമല്ലാഹ് അതുപോലെ ഊതുക കേട്ടോ. അന്നക്കും നൂനിന് ശബ്ദ അഖ്മൽ ഔന്നൻ നന്നായിട്ട് മണിച്ചു കൊടുക്കുക. അന്നക്കും കുന്തും മീം സാക്കിനക്ക് ശേഷം ബ മീം എന്നീ അക്ഷരങ്ങൾ ഒഴിച്ചിട്ടുള്ള ഏതക്ഷരം വന്നാലും നമ്മൾ മീം സാക്കിനയെ വ്യക്തമാക്കി മണിക്കാതെ ഓതാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇവഹാർ ഷഫവി മീം സാക്കിനയുടെ നിയമത്തിലുള്ള ഇവഹാർ. കുന്തും തഖ്താനൂൻ നൂൻ സാക്കിനയ്ക്ക് ശേഷം വീണ്ടും ഇഖ്ഫാൻ്റെ ലെറ്റർ ആയിട്ടുള്ള താ വന്നിട്ടുണ്ട്. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക കേട്ടോ. നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾപ്പിക്കരുത്. ഒന്ന് ഹൈഡ് ചെയ്യുകയും ചെയ്യുക, അതോടൊപ്പം തന്നെ ഉന്ന കൊടുക്കുകയും ചെയ്യുക. തഖ്താനൂൻ ഖ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കണം. നാവിൻ്റെ ബാക്ക് മുകളിലേക്ക് പൊക്കി കൊടുക്കുക. പിന്നെ കൊൽക്കല ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഹാഫ് സുക്കൂന് കൊടുക്കാനും ശ്രദ്ധിക്കുക. തഖ്താനൂൻ ഓതരുത്. തഖ്താനൂൻ മഖ്റജിലേക്ക് അങ്ങ് ചേർത്തി കൊടുക്കുക കേട്ടോ. താ ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കുക. താ എന്നുള്ള സൗണ്ട് കൊടുക്കുക. താന്നായി പോവരുത്. അലിഫ് മദ്ദും കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടി കൊടുക്കുക. നൂനിൻ്റെ കൂടെ വൗമദാണ് വന്നിട്ടുള്ളത്. അവിടെയും നമ്മൾ 2 കൗണ്ട് മാത്രം നീട്ടാൻ ശ്രദ്ധിക്കുക കേട്ടോ. അൻഫുസകും ഫതാബ അലൈക്കും നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാൻ്റെ ലെറ്റർ ആയിട്ടുള്ള ഫ വന്നു. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കണം. അൻഫുസകും ഫതാബ ഫ ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കുക. മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്ത് വെച്ചിട്ട് ഉച്ചരിക്കുക കേട്ടോ. ലൈറ്റാക്കി കൊടുക്കുക. ത ലൈറ്റാണ്, താന്ന് ഉച്ചരിക്കരുത്. ത കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. അലൈക്കും അണിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരിക. ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. അലൈക്കും വഅഫാ അൻകും വാവുച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ സർക്കിൾ ചെയ്തിട്ട് പിടിക്കുക. അയണിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരിക. ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. ഫ അലിഫ് മദ് കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് മാത്രം നീട്ടിക്കൊടുക്കുക കേട്ടോ. കും നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാൻ്റെ ലെറ്റർ ആയിട്ടുള്ള കാഫ് വന്നിട്ടുണ്ട്. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക കേട്ടോ. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള സിലയാണ് വന്നിട്ടുള്ളത്. ചേർത്തി ഓതലാണ് ഉത്തമം. فالآن باشروهن وابتغوا ما كتب الله لكم
ഫൽ ആന ബാഷിറൂഹുൻ. ഫ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. മഹ്റജ് വരുന്നത് നമ്മുടെ മേലെ മുൻപല്ലിൻ്റെ അറ്റം, താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് വെറ്റായ ഭാഗത്ത് വെച്ചിട്ട് ഉച്ചരിക്കുക. ഹംസയുടെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. അലിഫ് സഗീറയാണ് വന്നിട്ടുള്ളത്. ചെറിയ മദ്ദിനെ കണ്ടാലും നമ്മൾ 2 കൗണ്ട് വീതം നീട്ടാൻ ശ്രദ്ധിക്കുക കേട്ടോ. യാ കൂടെ ബ കൂടെ അലിഫ് സഗീറയാണ് വന്നിട്ടുള്ളത്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. റ വമ്മയായതുകൊണ്ട് നമ്മൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കണം. വാവ് മദ്ദും കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. നൂനിന് ശബ്ദ വന്നിട്ടുണ്ട്, അഖ്മൽ ഉണ്ണനാണ്, നന്നായിട്ട് മണിച്ചു കൊടുക്കുക കേട്ടോ. ബാഷിറൂഹുന്ന വബ്തഗൂ. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ സർക്കിൾ ചെയ്ത് പിടിക്കുക. ബ കൊൽക്കല ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. വബ് സുക്കൂനിൻ്റെ സൗണ്ടിനെ ഫുള്ളാക്കിയിട്ട് കേൾപ്പിക്കുക. വബ്തഗൂ ഖൈരിൻ്റെ മഖ്റജ് ശ്രദ്ധിക്കുക കേട്ടോ. അദ്നൽ ഹൽക്കാണ് മഖ്റജ് വരുന്നത്, തൊണ്ടയുടെ ആദ്യ ഭാഗം. തൊണ്ടയുടെ ആദ്യ ഭാഗത്തു നിന്ന് തന്നെ സൗണ്ടിനെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക കേട്ടോ. അയിനിൻ്റെ സൗണ്ടായി പോവാതെ നോക്കുക. ഗ എന്നുള്ളൊരു സൗണ്ട് തന്നെ കൊടുക്കണം. വബ്തഗൂ മാ കതബല്ലാഹ്. മീമിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. കാഫ് ഉച്ചരിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ചെരിച്ചിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അവ്വ എന്നുള്ള നാമത്തിൻ്റെ മുന്നേയുള്ള അക്ഷരത്തിന് ഫതഹ വന്നതുകൊണ്ട് അവ്വ എന്നുള്ള നാമത്തിലെ ലാമിനെ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. മാ കതബല്ലാഹു ലക്കും. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ജീമാണ് വന്നിട്ടുള്ളത്. വഖഫും വസ്ലും നമുക്കവിടെ അനുവദനീയമാണ്. ഇനി വഖഫ് ചെയ്യുമ്പോൾ മീമിന് ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് വഖഫ് ചെയ്യുക കേട്ടോ. വകുലു വഷ്റബു ഹത്താ യതബയ്യന ലകുമുൽ ഖൈത്തുൽ അബിയദ് ഖൈത്തുൽ അബിയദ് മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ ثم أتموا الصيام إلى الليل വകുലു വഷ്റബു. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. ലാമിൻ്റെ കൂടെ വാവ് മദ് വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. വഷ്റബു റ ഫതഹയാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. ഷീനിന് ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. വഷ്റബു എന്ന് ഓതരുത്, വഷ്റബു അതുപോലെ ഓതുക കേട്ടോ. ബ കൂടെ വാവ് മദ്ദാണ് വന്നിട്ടുള്ളത്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഹത്ത ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് തന്നെ കൊണ്ടുവരാം കേട്ടോ. ഹ നായി പോവരുത്. ഹ ഹത്ത യതബയ്യന ലക്കും. ത കൂടെ അലിഫ് സഗീറയാണ് വന്നിട്ടുള്ളത്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. യാക്ക് ശബ്ദം വന്നിട്ടുണ്ട്, 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക കേട്ടോ. യതബയ്യന ലക്കുമുൽ ഖൈത്ത്. ലാം കൊൽക്കല ലെറ്റർ ലാത്തതുകൊണ്ട് ഹാഫ് സുക്കൂനും കൊടുക്കുക. ഹ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. നാവിൻ്റെ ബാക്ക് മുകളിലേക്ക് പൊക്കി കൊടുക്കുക. അപ്പോൾ ഇസ്തിഅലാൻ്റെയും ഇത്ബാക്കിൻ്റെയും ലെറ്ററാണ്. അപ്പോൾ നമ്മുടെ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തി കൊടുക്കണം. ഖൈത്തുൽ അബിയദ്. ലാം കൊൽക്കല ലെറ്റർ ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ബാക്ക് നമ്മൾ ഫുൾ സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ബ കൊൽക്കല ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുക്കുക. വാദ് ഇസ്തിഅലാൻ്റെയും ഇത്ബാക്കിൻ്റെയും ലെറ്ററാണ്. അപ്പോൾ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫ്ഹീം ചെയ്യുക കേട്ടോ. അബിയദ് മിനൽ ഖൈത്ത്. വാദിൻ്റെ മഖ്റജ് വരുന്നത് നമ്മുടെ നാവിൻ്റെ കട്ടി കൂടിയ നാവിൻ്റെ സൈഡിൻ്റെ കട്ടി കൂടിയ ഭാഗം മേലെ അണപ്പല്ലുകളുടെ ഉൾവശത്തെ മോണയിൽ വെക്കുക കേട്ടോ. എന്നിട്ട് നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തുകയും ചെയ്യുക. അബിയദ് മിനൽ ഖൈത്ത്. ലാം കൊൽക്കല ലെറ്റർ ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഹ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. നാവിൻ്റെ ബാക്ക് മുകളിലേക്ക് പൊക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇസ്തിഅലാൻ്റെയും ഇത്ബാക്കിൻ്റെയും ലെറ്ററാണ്. അപ്പം നമ്മൾ ഇത്ബാക്കിൻ്റെയും ഇസ്തിഅലാനും ലെറ്റേഴ്സ് തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞത്, ഇസ്തിഅലാൻ്റെ ലെറ്റേഴ്സിൽപ്പെട്ട ഐൻ, ഹ, ഖാഫ് എന്നീ അക്ഷരങ്ങൾക്ക് കെസ്റയാവുന്ന സമയത്ത് നമ്മുടെ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്താൻ കഴിയില്ല. അപ്പോൾ ഇത്ബാക്കിൻ്റെ ലെറ്റേഴ്സിന് നമുക്ക് കെസ്റയായാലും നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തി കൊടുക്കണം കേട്ടോ. ഇവിടെ പോക്ക് കെസ്റയാണ്, അപ്പോൾ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫ്ഹീം ചെയ്യാം. ഖൈത്തുൽ അസ്വദി മിനൽ ഫജ്ർ. സീൻ കൊൽക്കല ലെറ്റർ ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. അസ്വദി എന്ന് ഓതരുത്. ഖൈത്തുൽ അസ്വദി മിനൽ ഫജ്ർ അതുപോലെ ഓതുക കേട്ടോ. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ സർക്കിൾ ചെയ്ത് പിടിക്കുക. ലാം കൊൽക്കല ലെറ്റർ ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. ഫ ലൈറ്റാക്കിയിട്ട് കൊടുക്കുക. മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് വെറ്റായ ഭാഗത്ത് വെക്കുക. ഫജ്ർ. ജീമ്
കൊൽക്കല ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുക്കുക കേട്ടോ. സുക്കൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾപ്പിക്കുക. ഫജർ ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള സിലയാണ് വന്നിട്ടുള്ളത്. ചേർത്തി ഓതലാണ് ഉത്തമം. ഇനി നമ്മളിവിടെ വഖഫ് ചെയ്യുന്ന സമയത്ത് റ ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് വഖഫ് ചെയ്യുക കേട്ടോ. സുമ്മ അതിമ്മു മീമിന് ശ്രദ്ധ വന്നു. അക്ഷമൽ ഉന്ന നന്നായിട്ട് മണിച്ചു കൊടുക്കുക. മീമിനും നൂനിനും ശ്രദ്ധ കണ്ടാൽ നമ്മൾ കൂടുതലായിട്ട് മണിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതിമ്മു സിയാമ മീമിന് ശ്രദ്ധ വന്നിട്ടുണ്ട്. അക്ഷമൽ ഉന്നനാണ് നന്നായിട്ട് മണിച്ചു. അതിമ്മു സിയാമ മീമിൻ്റെ കൂടെ വാവ് മദ് വന്നിട്ടുണ്ട്. ആ മദ്ദിനെ കൂട്ടി ഓതുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഹംസത്തുൽ വസ്ലിന് മുന്നേ ഏത് മദ് വന്നാലും നമ്മൾ കട്ട് ചെയ്തിട്ട് ഉച്ചരിക്കുക. അതിമ്മു സിയാമ സ്വാദ് ഇസ്തിഅലാൻ്റെയും ഇത്ബാക്കിൻ്റെയും ലെറ്ററാണ്. അപ്പോൾ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫ്ഹീം ചെയ്യുക. ഇത്ബാക്കിൻ്റെ ലെറ്റേഴ്സിന് കെസ്റയായാലും നമുക്ക് നമ്മുടെ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് വേണം തഫ്ഹീം ചെയ്യാനായിട്ട് കേട്ടോ. യാ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഇലല്ലൈൽ ഇവിടെ ലാമിന് ശ്രദ്ധ വന്നിട്ടുണ്ട്. 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം. മണിക്കാതെ ഊതുക കേട്ടോ. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ജീമ് വന്നിട്ടുണ്ട്. വഖഫും വസ്ലും നമുക്ക് അനുവദനീയമാണ്. ഇനി വഖഫ് ചെയ്യുന്ന സമയത്ത് ഇവിടെ മദ് ലീനായിട്ട് മാറും കേട്ടോ. നമ്മൾ വഖഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലാമിന് സുക്കൂന് കൊടുക്കുമല്ലോ. അപ്പോൾ ലാമിന് സുക്കൂനും അതിൻ്റെ മുന്നേ യാ സുക്കൂന് വരുന്ന സമയത്ത് മദ് ലീനായിട്ട് മാറും. 2, 4, 6 കൗണ്ട് വീതം നീട്ടിയിട്ട് വഖഫ് ചെയ്യുക കേട്ടോ. അതുപോലെ വഖഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.